Next, objectives or purposes or importance or advantages of branch accounting. Branch accounting in the advantages of first one, know the profit or loss at the branch. The head office has to know the profit or loss at each branch in order to measure the efficiency of each branch. ഓരോ ബ്രാഞ്ചിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ച് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്ന് ഹെഡ് ഓഫീസിന് അറിയണം. അത് സാധ്യമാണ് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലൂടെ. Second one, ascertain the financial position of each branch. The head office has to ascertain the financial position of each branch on a particular date. ഏതെങ്കിലും ഒരു ഡേറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് ആയാലും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അത് എന്താണെന്നുള്ളത് ഹെഡ് ഓഫീസിന് അറിയാൻ സാധിക്കും. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ്. അത് ഓരോ ബ്രാഞ്ചിന് വേണ്ട ഫിനാൻഷ്യൽ പ്ലാൻസ് അത് തയ്യാറാക്കാൻ ഹെഡ് ഓഫീസിന് ഹെൽപ്ഫുൾ ആവും. Third one, meet the statutory requirements. In order to meet the statutory requirement as to audit of the accounts of branches of a company, the branches as well as the head office have to maintain proper accounts. Statutory requirements, അതായത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റുട്ടറി റൂൾസ് ഒക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് കമ്പനി ആയാലും അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും അക്കൗണ്ട്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് സഹായിക്കും. Then calculation of commission. Often a branches are to be given commission either on the basis of sales or on the basis of profit. ചിലപ്പം ഈ ബ്രാഞ്ചസിന് അവരുടെ സെയിൽസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിൻ്റെ ബേസിൽ അവർക്ക് ചിലപ്പോൾ കമ്മീഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. To calculate the amount of commission payable to branch officials, proper books are to be maintained. അങ്ങനെ ഓരോ ബ്രാഞ്ചിനും എത്ര രൂപയാണ് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അവരുടേതായ പ്രോപ്പർ ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. Sixth one, expansion of business. In order to take decision as to expansion of business, profitability of each branch and type of business is to be ascertained. ഓരോ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് അതിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായ ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ ഏത് ടൈപ്പിലുള്ള ബിസിനസ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് പ്രോപ്പർ ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. Then suggestions for improvement. To give concrete suggestions for the improvement in the working of various branches, proper books of accounts are to be kept. ഓരോ ബ്രാഞ്ചിനും അതിനാവശ്യമായ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് ഒക്കെ ശരിയായ സജഷൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Then difference between branches and departments. എന്താണ് ബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. First one, meaning. Branches are offspring organizations set up at different places by a parental organization. Departments, these are organizational subunits, each specialized in some separate products or activities. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പേരൻ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ മറ്റ് ഒരു വേർഷനായിട്ടാണ് കരുതുന്നത്. അത് പല പല സ്ഥലത്താണ് അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവർ കൈകാര്യം ചെയ്യുന്നത് സെപ്പറേറ്റ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. Second difference, segregation of units. Branches are units physically segregated from head office. Departments operate in the same building along with the main office. Branches എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് അവരുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് അത് സെപ്പറേറ്റ് ചെയ്തതായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് ബിൽഡിങ്ങിലായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ഓഫീസിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രവർത്തിക്കുന്നത്. Then type of activity. Branches perform the same activities that of the head office. Departments carry on different lines of activity. ബ്രാഞ്ചസ് കൈകാര്യം ചെയ്യുന്ന ഹെഡ് ഓഫീസ് ചെയ്യുന്ന അതേ ആക്ടിവിറ്റി തന്നെയാണ് ബ്രാഞ്ചസ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് പല പല ആക്ടിവിറ്റീസ് ആയിരിക്കും
അവർ ചെയ്യുന്നത്. പർപ്പസ്. ബ്രാഞ്ചസ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് സെയിൽസ് ടെറിട്ടറി ഓഫ് ദി ബിസിനസ്. ബ്രാഞ്ചസ് തുടങ്ങുന്നത് സെയിൽസ് കൂട്ടാനും അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്ന ആ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ബ്രാഞ്ചസ് തുടങ്ങുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങുന്നത് ഒരു ബിസിനസ്സിന്റെ എഫിഷ്യൻസി അത് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങുന്നത്. Then control. Head office often fails to have control over branches as the branches are usually set up at far away places. Head office-ന് ചില സമയത്ത് ബ്രാഞ്ചസിന് മേലെ കൺട്രോൾ ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. കാരണം കുറേയേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ബ്രാഞ്ചസ് തുടങ്ങുക. Constant touch with various departments helps the manager to have effective control over the business. എപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് മേലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടച്ച് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് അവരുടെ ബിസിനസ്സിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. കാരണം സെയിം ബിൽഡിങ്ങിൽ തന്നെയാണല്ലോ ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് then division. Branches can be inland or foreign. Department shall only be inland. ബ്രാഞ്ചസ് ഒന്നെങ്കിൽ ഇൻലാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫോറിൻ ബ്രാഞ്ചസ് ആയിരിക്കാം. എന്നാൽ ഡിപ്പാർട്ട്മെന്റ്സ് എപ്പോഴും ഇൻലാൻഡ് ആയിരിക്കും. Then designing. All the branches are designed in such a way that they look alike. All the branches are designed in such a way that they look alike. കാരണം ബ്രാഞ്ചസ് എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് ഏത് ബ്രാഞ്ച് എടുത്താലും അതെല്ലാം ഒരുപോലെ ഇരിക്കത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഡിസൈൻ ഡിസ്റ്റിങ്ക്ട്ലി ആസ് പെർ റിക്വയർമെന്റ്സ്. ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കുകയില്ല സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അത് ആ മെഷീൻസും കാര്യങ്ങളൊക്കെ വെക്കത്തക്ക രീതിയിലായിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യുക. എന്നാൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അത് സെയിൽ നടത്തക്ക രീതിയിൽ അതിന് വേണ്ട ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ്സ് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക.